ഇല്ലാടികളെ നമ്മുടെ അങ്ങനെ സീക്രട്ട് ഏജന്റ് ആണ് സായി കൃഷ്ണ, അതായത് നമ്മുടെ റിയാക്ടിങ് കിങ്. പുള്ളിക്കാരൻ പുതുതായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം അച്ചായൻ്റെ തന്നെ വീഡിയോ ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് അച്ചായനെ കുറിച്ച് ഓരോരുത്തരെതിരെ വീഡിയോ ഇറക്കുമ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇറക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം ആലോചിച്ചാൽ മതി, അല്ലാതെ നെഗറ്റീവ് ഒന്നും ആലോചിക്കണ്ട. നിങ്ങളൊരു പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആരെങ്കിലൊക്കെ ഒരു അറിയുന്ന ആൾ പാവപ്പെട്ടവരാണ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നോർമലി ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നില്ല, നിങ്ങൾ അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ആളുകാരന് ഒരു 100 രൂപ ലാഭം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ 100 രൂപ അവർക്ക് കിട്ടുന്നുണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ അതേ പറയുന്നുള്ളൂ ഇല്ലല്ലോ. എല്ലാവരും പുള്ളിക്കാരത് മാർക്കറ്റ് ചെയ്യാണ്, പുള്ളിക്കാരൻ്റെ ആ ഗോൾഡ് ഡയമണ്ട്സിന്റെ PR വർക്ക് ചെയ്യാണ്. എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത്ര മറ്റേ ഓരോരുത്തരൊക്കെ വെച്ചിട്ടൊന്നുമല്ലോ ചെയ്യിപ്പിക്കണത്. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ ഞാൻ അച്ചായൻ ഗോൾഡ് ഡയമണ്ട്സിലാണ് വരുന്നത്, എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞാൻ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ആളൊരു 4-5 ലക്ഷം വെറുതെ കൊടുക്കാനില്ല ഓരോ ഫാമിലിക്ക്. 4 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം. ഞാൻ പറഞ്ഞത് 100 രൂപയാണെങ്കിൽ കൂടി അത് വലിയ സഹായമാണ്, നിങ്ങൾ മനസ്സിലാക്കുക എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്, അത് ഈ അരിയണ്ണൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ യൂട്യൂബിൽ വലിയ വീഡിയോ ഇട്ടു, 30 മിനിറ്റ് വീഡിയോ ഇട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെറുതെ അത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അത്രയും ലെങ്ത് ആവും നമ്മുടെ. അപ്പൊ നമുക്ക് പുള്ളിക്കാരൻ്റെ ഷോർട്ട് സെഗ്മെന്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ ഈ അച്ചായന് കുറ്റം പറഞ്ഞ ഇപ്പൊ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും എന്താ വെച്ചാൽ നമ്മളെ സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളായിട്ട് പറയില്ല എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ ആർക്കറിയാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്യട്ടെ, നിങ്ങൾക്ക് അറിയില്ല ചെയ്തത്. ഞാൻ പറഞ്ഞ ഒരു നല്ല കാര്യം ചെയ്യാൻ അത് കാണിച്ചു ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്റെ റൂൾസ് അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ അത് കാണിച്ചിട്ട് ചെയ്യുക, അല്ലാതെ ആരും അറിയേണ്ട വേണ്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലല്ലേ? അപ്പൊ നമുക്ക് അതല്ലേ വീഡിയോ കാണാം. അച്ചായൻസ് ഗോൾഡ് ടോണി അച്ചായൻ ചാരിറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വീഡിയോ രാവിലെ കണ്ടു. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്, ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്റെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അച്ചായനോട് ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം പറയാനില്ല, അതിന് വരെ ചാരിറ്റി നിർത്തി പോവാന്നുള്ള ഇമോഷണൽ വീഡിയോ കാര്യമില്ല. അച്ചായൻ നന്നായി ബീജം വിട്ടു. ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അപ്പൊ വീട്ടുകാരെ ഉപേക്ഷിച്ച് ചാരിറ്റിക്ക് അച്ചായൻ നടക്കണ്ട. വീട്ടുകാരെ അവസ്ഥ എന്തായാലും പാവുന്നത്, വീട്ടിലത്തെ കാര്യം നോക്കിയിട്ട് മതിയല്ലോ പുറത്തു പോകാൻ. ഞാൻ അച്ചായൻ പറഞ്ഞ ഭീഷണി ഞാൻ ഇന്നേ വരെ അച്ചായനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പബ്ലിക്കായി പോസ്റ്റ് ഇട്ടിട്ടാണ് അച്ചായനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ ആരെങ്കിലും അച്ചായനെ ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ചായനെ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ചായൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. PR അറ്റാക്ക്, ഈ PR അറ്റാക്ക് അച്ചായനാണോ കിട്ടുന്നത് എനിക്കാണോ കിട്ടുന്നത് എന്നുള്ളത് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പോസ്റ്റും എനിക്കെതിരെ വരുന്ന കമന്റുകളും എനിക്കെതിരെ വരുന്ന പോസ്റ്റുകളും കണ്ടാൽ എനിക്കതൊരു വിഷയമല്ല. ഇതിലും വലിയ പെരുന്നാൾ കണ്ടതാണ്. ഇപ്പോഴും ഞാൻ അച്ചായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ചായൻ ഈ 39 വീട് വെച്ചു കൊടുത്തു. ഈ ഒരു വീടിന്റെ കാര്യം ലൈഫ് മിഷൻ എന്നുള്ളത് തെളിഞ്ഞു, പക്ഷെ അച്ചായൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും അച്ചായൻ ഇപ്പോഴും 4.5 ലക്ഷം കൊടുത്ത് ഞാൻ പറഞ്ഞ വീടാന്ന് പറഞ്ഞായിരിക്കും. 4 ലക്ഷം രൂപ ഗവൺമെന്റ് നിട്ടു, സ്ഥലം ഗവൺമെന്റ് മേടിച്ചു കൊടുത്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പോയ വീട് അച്ചായൻ പണിഞ്ഞു കൊടുത്തു എന്നുള്ളത് അച്ചായന്റെ വായന്ന് വന്നിട്ടില്ല. വേണ്ട, ഈഗോ വർഷം കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും. 39 വീട്, ഈ 40 വീട് പ്രൊജക്ടിൽ ബാക്കി 39 വീട് അച്ചായനോടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ചായൻ എന്തിനാ ചാരിറ്റി നിർത്തുന്നേ? ആ 39 വീട് കാണിച്ചു തന്നു, അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്നു. ആ 39 വീടും അച്ചായൻ സ്ഥലം മേടിച്ച് ആ സ്ഥലത്ത് തറ കെട്ടി അതിന്റെ മുകളിൽ വീട് പണിഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ചായന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ അച്ചായൻ ജയിച്ചില്ലേ? അച്ചായനാണ് അവിടെ വിജയം. ഈ പറയുന്ന ഞാനടക്കം വന്ന് നിന്ന് അടുത്തൊരു പ്രൊജക്ടിന് അച്ചായന് ഞാൻ പൈസ തന്നിട്ട് ആ വീട് വെച്ചു കൊടുക്കും. അത് അച്ചായൻ വെച്ചു കൊടുത്താന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, 4-5 ലക്ഷം രൂപ ഞാൻ തരാം. അച്ചായൻ ഈ 39 വീട് 40 വീട് പ്രൊജക്ടിൽ ബാക്കി 39 വീട് എവിടെയെന്നുള്ളതൊന്ന് കാണിച്ചു. കാരണം അതറിയണ്ടേ? പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാ അച്ചായൻ. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞു നീ ചെയ്യുന്ന ചാരിറ്റി കാണിക്കുന്നു. ഞാൻ ചെയ്യുന്ന സഹായങ്ങളൊക്കെ എന്റെ വീട്ടിലും എന്റെ ചുറ്റുപാടിലും മാത്രമാണ്, അവിടുന്നാണ് തുടങ്ങേണ്ടത്. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞാൻ സ്വർണ്ണക്കട ഉള്ളവനല്ല. എന്റെ കപ്പാസിറ്റിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ബോധിപ്പിക്കേണ്ട കാര്യം നിങ്ങളോട് എനിക്കില്ല, ബിക്കോസ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല. പബ്ലിക്കായിട്ട് ചാരിറ്റി വീഡിയോ ഇട്ടിട്ട് അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരാളാണ് അച്ചായൻ. അപ്പൊ അച്ചായനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ബാക്കി 39 വീട് കേരളത്തിൽ എവിടെ, ഏത് ഫാമിലിക്ക് കിട്ടി? അച്ചായൻ സ്വന്തം നിലമെടുത്ത് അതിൽ തറ കെട്ടി അതിൽ വീട് കെട്ടി കൊടുത്താണെന്നുണ്ടെങ്കിൽ അച്ചായൻ ധൈര്യമായിട്ട് പറയാം. അതാണ് ഇല്ലാതെ നമ്മൾ സായി കൃഷ്ണൻ പറയുന്നത്. ബാക്കി 39 വീട് എവിടെ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 39 വീട് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കും ചെറുതായിട്ട് ആൻസർ ഇല്ല എന്ന് സംയോജിക്കുക. ആൻസർ ഇല്ല പറഞ്ഞാൽ പുള്ളിക്കാരെ കെട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ നല്ല ചെയ്യുമ്പോൾ അയാൾക്കെതിരെ നമ്മളിങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇല്ലടല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ബാക്കി 39 വീട് പുള്ളിക്കാരനെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു എന്താ വെച്ചാൽ ആൾ പറയുന്നുണ്ടാവും, എന്താ വെച്ചാൽ ഞാൻ ബാക്കി 39 വീട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് ചെയ്തിട്ടുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലൈഫ് മിഷൻ വഴി ഒരു വീടിന് ഒരു ആൾക്ക് പാസ്സായ എമൗണ്ട് വന്നിട്ട് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ആയിരിക്കാം.
അതുകൊണ്ട് ഒരിക്കലും ഒരു വീട് ഫുള്ളായി പണി തീർക്കാൻ പറ്റില്ല, മനസ്സിലായില്ല. അപ്പൊ എന്താ വെച്ചാൽ ബാലൻസ് പൈസ ഇപ്പൊ ആര് കൊടുക്കുന്നോ അവരെ ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളെ പൈസ നിങ്ങളുടെ ഒരു ബന്ധുക്കാരനാണെന്ന് വെച്ചാൽ നിങ്ങൾ പൈസ കൊടുക്കുക, അവർ നിങ്ങളുടെ ഒന്നും കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പൊ ഈ അച്ചായന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പാവങ്ങൾക്ക് വീട് ബാക്കി ഇപ്പൊ നോർമൽ വീട് കെട്ടി ഇട്ടുകൊണ്ട് കാര്യമില്ല. അവിടെ നമ്മള് നിലവിടണം, പെയിന്റ് അടിക്കണം, മറ്റേ എന്താണ് തേക്കണം, അങ്ങനത്തെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പൈസ തന്നെ വേണ്ടില്ലല്ലേ. അപ്പൊ ഇതൊക്കെ ചെയ്തു തരാണ് അച്ചായ പൈസ കൊടുത്തിട്ടാണ്, മനസ്സിലായില്ല. അപ്പൊ അച്ചായ അവർ കാണുന്നുണ്ട്, ദൈവം കണക്കാക്കുന്നുണ്ട്. സോ നമ്മൾ അത് ചിന്തിക്കുക. ഞാൻ അതേ പറയുന്നുള്ളൂ. ഇപ്പോഴും ബാക്കി പിന്നെ ഈ 39 വീട് എവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അരിയാനോട് പറയാനുള്ളൂ. ആൾ ചെയ്യട്ടെ, ആൾ ചിലപ്പോൾ 39 വീട് ചെയ്തില്ലോ ആയിക്കോട്ടെ, അതിന് ശേഷം ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞത് ഈ ഒരു വീടിന്റെ കാര്യമില്ല. അപ്പൊ ആ വയസ്സായ ഒരു കാലില്ലാത്ത ഒരു അച്ഛനും ആ ഒരു അമ്മയ്ക്കും വേണ്ടിയിട്ട് ആൾ നല്ല രീതിക്ക് വർക്ക് ചെയ്തു, മനസ്സിലായി. ഈ 4 ലക്ഷം ആ മേസ്ത്രി കൂടി പറഞ്ഞു, എനിക്ക് 3 ലക്ഷം എന്റെ തന്നു, 1 ലക്ഷം അവർക്കും കൊടുത്തു, അല്ലെ 3 ലക്ഷം എന്റെ തന്നു, 1 ലക്ഷം അവർക്കും കൊടുത്തു. അപ്പൊ നമ്മൾ അങ്ങനത്തെ നല്ലത് നോക്കിയാൽ പറയില്ലടല്ലേ, ഒരു മനുഷ്യനാണെങ്കിലും. അപ്പൊ ഞാൻ ഒരു പറഞ്ഞു എന്റെ നെഗറ്റീവ് വശം കുറേ ഉണ്ട്, മനസ്സിലായില്ലേ. പക്ഷേ ഞാൻ പോസിറ്റീവ് വശം കൂടുതൽ പോസിറ്റീവ് വശം നോക്കിയാൽ പോരെ. അവൻ കാരണം ആർക്കും ഒരു ഉപദ്രവമൊന്നും ഇല്ല. അവൻ നാട്ടിൽ നല്ല ചെയ്യുന്നുണ്ട്, വീട്ടിൽ മാത്രം എന്തെങ്കിലും കാണുക വെച്ചാൽ കുഴപ്പമില്ല, നല്ലതാണല്ലോ. നിങ്ങൾ അത് ചിന്തിക്കും, പോസിറ്റീവ് മാത്രം ചിന്തിക്കും. എനിക്ക് അതേ അരിയനോട് പറയാനുള്ളൂ. നമ്മൾ ആശാനാണ്, നമ്മുടെ സിഗരറ്റ് തന്നെ നമ്മുടെ റിയാക്ടിങ് കിങ്ങൊക്കെയാണ്. നമ്മൾ എന്ന് വന്നിട്ട് ആശാന ഞാൻ പറയരുത് കേട്ടല്ലോ, എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ, സത്യം പറയില്ല. എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് സൈഡ് നോക്കും ഒരു മനുഷ്യന്റെ, നമുക്ക് അത് മതി. നമ്മൾ വെച്ചാൽ മറ്റുള്ളവർക്ക് ആളെ കൊണ്ട് ഇപ്പൊ നമുക്കൊരു ഉപദ്രവവും ഇല്ല. ഓക്കെ, വിട്ടുകളെ ആളെന്തോ ചെയ്യട്ടെ ആളുടെ രീതിയിൽ, അങ്ങനെ നോക്കിയാൽ പറയില്ലടേ. എല്ലാവരും വെറുതെ ആളെ ഇതാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നില്ലടേ. അപ്പോ അതേ പറയുന്നുള്ളൂ. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വെറുതെ വരും, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അവിടെ വെച്ച് കാണാം.